മലയാളം ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ നെവിൻ നമ്മുടെ ജിസേലിൻ്റെ കാജു കത്ലി എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ അനുമോളുണ്ട്, അതേപോലെ ശൈത്യ, ആദില, നൂറ ഇവർക്കെല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് അനുമോൾ അതിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട്. അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രാത്രി 11:30 സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ടാകുന്നത്. അങ്ങനെ ഇവർ ഇതെല്ലാം കഴിക്കുന്നു. അതിനുശേഷം ഇവർ പറയുന്നു ജിസേലിൻ്റെ പാല് നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്നു. പാലെടുത്ത് കുടിക്കുന്നു. പാല് കുടിച്ചതിന് ശേഷം അനുമോൾ പറയുന്നു, ഇത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയരുത്, ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെക്കാമെന്ന് പറഞ്ഞ് പച്ചവെള്ളം എടുത്തു അവർ ഒഴിച്ചും വെക്കുന്നുണ്ട്. അതിനുശേഷം ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജിസേൽ അവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വേഗം തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നെവിൻ നേരെ നമ്മുടെ ജിസേലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജിസേലിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഇവർ ആ ഗേൾസിൻ്റെ ഗ്യാങ് അവിടെ കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ ഐസ്ക്രീം എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് എന്ന്. ഇവിടെ നിന്ന് ഇവരുടെ കൂടെ എല്ലാം ഭക്ഷണങ്ങളെല്ലാം കട്ടുമോഷ്ടിച്ച് കഴിക്കാൻ നെവിൻ കൂട്ട് നിന്നിട്ട് ഇവരുടെ ഒറ്റിക്കൊടുത്തു. ജിസേലിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരല്ല ഐസ്ക്രീം കഴിക്കേണ്ടത്, നമുക്ക് വേണ്ടി 7 പേര് അവിടെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ളതാണ് ആ ഫുഡുകളെല്ലാം, ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നാണ് ജിസേൽ പറയുന്നത്. ജിസേലിൻ്റെ അടുത്തോട്ട് നെവിൻ പോകുന്ന സമയത്ത് നെവിൻ പറയുന്നുണ്ട്, ഇനി ആരും ഐസ്ക്രീം ഒന്നും എടുത്ത് കഴിക്കരുതെന്ന്. അപ്പോൾ നൂറ വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, ചേട്ടൻ വന്നു കഴിഞ്ഞ് ചേട്ടനോട് ചോദിച്ചിട്ട് മാത്രമേ ഞങ്ങൾ എടുത്ത് കഴിക്കൂന്ന്. അനുമോളും എല്ലാവരും ചേർന്ന് കുറേയൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കും താത്താന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കൊടുത്തതിൽ ജിസേലിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല.